നമസ്കാരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20-യിൽ 11 റൺസിന്റെ ജയം നേടിയെടുത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. റണ്ണൊഴുകിയ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 6 വിക്കറ്റിന് 219 റൺസ് എടുത്തപ്പോൾ ആതിഥേയരായ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസാണ് നേടിയത്. ഇന്ത്യക്കായി തിലക് വർമ്മ 107 റൺസുമായി സെഞ്ചുറിയോടെ പുറത്താകാതെ നിന്നപ്പോൾ അഭിഷേക് ശർമ്മ 50 റൺസ് അർദ്ധ സെഞ്ചുറി നേടുകയായിരുന്നു. ഇതോടെ ഈ ഒരു ജയത്തോടെ 4 മത്സര പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ജയത്തിനിടയിലും ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജു സാംസന്റെ സ്ഥിരതയില്ലായ്മ തന്നെയാണ്. തുടർച്ചയായ 2 സെഞ്ചുറി നേടിയ സഞ്ജു ഓപ്പണറായി വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ അവസാനം കളിച്ച 2 മത്സരത്തിലും താരം റണ്ണൊന്നും എടുക്കാതെയാണ് പുറത്തായത്. 2-ാം മത്സരത്തിൽ 3 പന്തിൽ ഡെക്കായപ്പോൾ 3-ാം മത്സരത്തിൽ 2 പന്ത് നേരിട്ടും ഡെക്കിന് പുറത്താവുകയായിരുന്നു സഞ്ജുവിൻ്റെ സ്ഥിരത കുറവ് നേരത്തെ മുതൽ തന്നെ ചർച്ചാ വിഷയമാണ്. എന്നാൽ ഇത്തവണ തുടർ സെഞ്ചുറികൾ നേടിയതോടെ സഞ്ജുവിൽ എല്ലാവർക്കും വിശ്വാസം വന്നെങ്കിലും ഇപ്പോൾ വീണ്ടും തനിനിറം കാട്ടിയിരിക്കുകയാണ്. ഇതോടെ സഞ്ജു സാംസന്റെ ഓപ്പണർ സ്ഥാനത്തിന് വലിയ ഭീഷണിയായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4-ാം T20-യിലും സഞ്ജു പ്ലേയിങ് 11-ൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. സഞ്ജുവിൻ്റെ അവസാന T20 മത്സരമായി ഇത് മാറുമോ എന്നും കണ്ടറിയാം. ശക്തമായൊരു തിരിച്ചുവരവ് നടത്താനായാൽ സഞ്ജുവിന് T20 ടീമിൽ തുടരാൻ സാധിച്ചേക്കും. എന്നാൽ 4-ാം മത്സരത്തിലും നിരാശപ്പെടുത്തിയാൽ ഇനി ഓപ്പണർ റോഡിലേക്ക് സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമാകും. ഈ പരമ്പരയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ നാട്ടിലാണ് ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര നടക്കുന്നത്. ഇതിൽ സഞ്ജുവിന് സീറ്റ് ലഭിക്കുക പോലും പ്രയാസമാണ്. 4-ാം മത്സരത്തിലും ഡെക്കായാൽ അവസരം കാത്ത് ഇഷാൻ കിഷൻ പുറത്തുണ്ട്. താരത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ്. തൊട്ടടുത്ത ഇംഗ്ലണ്ട് പരമ്പരയിൽ യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ ഗില്ലും ഋഷഭ് പന്തും എല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ സഞ്ജു പ്ലേയിങ് 11 പുറത്താകാൻ തന്നെയാണ് സാധ്യതകൾ വളരെ കൂടുതൽ. സഞ്ജു സാംസനെ ഇന്ത്യക്ക് വിശ്വസ്തനെന്ന് വിളിക്കാനാകില്ല. തൻ്റെതായ ദിവസം ഏതൊരു താരത്തെ പോലെയും മികവ് കാട്ടാൻ സഞ്ജുവിന് കഴിയുന്നുണ്ട്. എന്നാൽ സ്ഥിരതയോടെ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സഞ്ജുവിന് കഴിവില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വിശ്വസ്തനായി കാണാനും ആകില്ല. റണ്ണൊന്നും എടുക്കാതെ പുറത്തായ 2 മത്സരത്തിലും സഞ്ജുവിൻ്റെ ഷോട്ട് സെലക്ഷൻ ശരാശരിയിലും താഴെയായിരുന്നു. അമിത ആത്മവിശ്വാസം കാട്ടിയതാണ് സഞ്ജുവിന് വിനയായത്. സഞ്ജുവിലുള്ള വിശ്വാസം ടീം മാനേജ്മെൻറ്റിന് നഷ്ടപ്പെടുകയാണ്. സഞ്ജുവിൻ്റെ വിമർശകർക്ക് ആഘോഷിക്കാനുള്ള വക നൽകുകയാണ് സഞ്ജു. പതിയെ തുടങ്ങി പിന്നീട് ആക്രമിക്കാൻ കഴിഞ്ഞ 2 മത്സരത്തിലും സഞ്ജു തയ്യാറായിട്ടില്ല. ഇതാണ് തുടക്കത്തിലെ നിരാശപ്പെടുത്തി പുറത്താകാനുള്ള കാരണമായത്. സഞ്ജു ആരാധകരെയും വഞ്ചിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിയവർ, പൊക്കിയടിച്ചവർ എല്ലാവരും തന്നെ ഇപ്പോൾ മൗനത്തിലാണ്. എന്നാലും വലിയ വിമർശനം സഞ്ജുവിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഋഷഭ് പന്തിനേക്കാൾ മികച്ച താരം സഞ്ജു സാംസണാണെന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ ഋഷഭ് പന്ത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റിൻ്റെ 4-1 സൃഷ്ടിക്കാൻ സഞ്ജു സാംസൺ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. സഞ്ജുവിൻ്റെ സ്ഥിരത വലിയ പ്രശ്നമാണ്. തുടർച്ചയായി മികവ് കാട്ടാൻ തനിക്കാവില്ല എന്നും കരിയറിലുടനീളം സഞ്ജു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ റോൾ കടന്നാക്രമിച്ച് കളിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് നഷ്ടപ്പെടാനും സാധ്യതകളേറെയാണ്. എന്നാൽ ഇത്തരത്തിൽ സ്ഥിരതയില്ലാതെ കളിക്കുന്നത് ടീമിലെ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉയർത്തിയിരിക്കുകയാണ്.